കൈറ്റോ? അയ്യോ ഞാനിപ്പോ വീണേ. കൈറ്റ് കാണാൻ പറ്റണ്ടാവോ? സ്മൈലി ഉള്ള കൈറ്റാ അല്ലേ? ഫുൾ ലെങ്ത് ആയോ നദാന്റെ? ഇത്രയും വലിക്കണ്ട, മെല്ലെ വലിച്ചാ മതി. നല്ല ഹൈറ്റിൽ പറക്കണ്ടല്ലേ? നമ്മളൊരു താഴെ വിടണ്ട, മെല്ലെ വലിച്ചു കൊടുക്കാം. എപ്പോഴും വലിച്ച താഴെ വീഴും. ഞങ്ങള് ഇവിടുത്തെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു കൈറ്റ്സ് വാങ്ങിച്ചിരുന്നു. ഇതിനു മുമ്പ് നമ്മളൊരു കൈറ്റ് പറത്താൻ ഒരു മലയുടെ മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ വരാൻ വേണ്ടി മൗണ്ട് റോസ്കിൽ എന്നുള്ള സ്ഥലത്ത് വന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുന്നുണ്ട്, ഒരു ചെറിയ മൗണ്ട്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ പട്ടം പറത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെറുപ്പത്തിലൊക്കെയുള്ള നമ്മുടെ ഒരു എന്താ പറയുക, നൊസ്റ്റാൾജി അല്ലേ പട്ടം പറത്താന്ന് പറഞ്ഞാൽ. അപ്പോൾ പട്ടം പറത്താന്ന് വിരിച്ചു. അപ്പോൾ ആദ്യം കുറേ ഫെയിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ എടുക്കണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു നല്ല കാറ്റ് വന്നു. പിന്നെ പട്ടം നേരെ മുകളിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാം. എങ്ങനെയുണ്ട്? ഇത്രയും വലിക്കണ്ട, ഇത്രയും വലിച്ചത് പൊട്ടിപ്പോവും. താഴെ വീഴോ? കയ്യിന്ന് വിടരുത്, കയ്യിന്ന് വിട്ടാ പട്ടം മൊത്തം പോവും. ഫുള്ളായോ? കാണിച്ചു നോക്കട്ടെ. ആ ത്രെഡിന്റെ ഒറ്റ ലൈൻ മാത്രമായി ഇപ്പൊ. അയ്യോ എന്തൊരു ഹൈറ്റിലോ. അതാൻ്റെ നൂല് ഇങ്ങനെ പോയി. ലാസ്റ്റ് ആയോ? ആഹാ അടിപൊളി. ഫുള്ളായല്ലേ? ഇതാ ഇതില് ത്രെഡ് ഒന്നുമില്ല, ഫുള്ള്. ഇനി അത് പൊട്ടിയാ പട്ടം പറന്നു പോവും. അയ്യോ അച്ഛോ, അത് താഴെ വീഴുമ്പോ നമുക്ക് എടുക്കാം. വേണ്ട, അപ്പൊ പിടിക്കാത്ത. താഴെ വീഴുന്നില്ല അല്ലേ? മഴ പെയ്താ പട്ടം നേരെ താഴെ വീഴും. അക്കു ചേച്ചിയും കുഞ്ഞു ചേച്ചിയും പട്ടം പറക്കുമ്പോ കൊണ്ടുവന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയി പോയല്ലേ? ഇല്ല, ഡാഡി ചെറുപ്പത്തിൽ പട്ടം പറത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പളാ പട്ടം പറത്തുന്നത്. എത്ര വർഷമായിട്ടുണ്ടാവും ഡാഡി പട്ടം പറത്തിയിട്ട്? 50 വർഷമായിട്ടോ? 50 കൊല്ലത്തിന് ശേഷം പട്ടം പറത്തുന്ന ഡാഡി. പട്ടം താഴെ വീടാ പിന്നെ നാണക്കേടാട്ടാ. ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. മഴക്കാറ് വന്നു അല്ലേ? പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് മാറും. അയ്യോ താഴെ വീണു. എന്നാലും അടിപൊളി സ്ഥലം കേട്ടോ. ഇതിൻ്റെ ചെറിയ മുകളിലൊരു ചെറിയ ടേബിൾ ടോപ്പ് മൗണ്ടൻ ആണിത്. ഇവിടെ നല്ല രീതിയിൽ പുല്ലൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട്. കുറേ പേര് ബുക്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് പത്രമല്ല ബുക്ക് വായിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓക്ലാൻഡിൻ്റെ ഒരുപാട് ഏരിയ കാണാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു മൗണ്ട് ആൽബർട്ടാന്ന് തോന്നുന്നു ആ സൈഡ്. അതുപോലെ ഇത് മൗണ്ട് റോസ്കിൽ, അങ്ങോട്ട് ന്യൂലിൻ, ആ വണ്ടയിൽ ഭയങ്കര തണുപ്പാണ്. ഇന്നലെ ചെറുതായിട്ടൊന്നൊരു പനിച്ചു. പക്ഷേ ഒരു പാരസെറ്റമോൾ കഴിച്ചപ്പോഴേക്ക് ആ പനി മാറി. ചിലപ്പോൾ തണുപ്പിൻ്റെ ആയിരിക്കും. പക്ഷെ എന്നാലും ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. പക്ഷേ പട്ടം പറത്തിയിട്ടില്ലായിരുന്നു ഇവിടെ. പട്ടം പറത്താൻ നമ്മൾ വേറൊരു ഹില്ലിൻ്റെ മുകളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഹില്ലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റൊക്കെ കാണാൻ പറ്റും ആ ഭാഗത്ത്. പിന്നെ അവിടെ ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു പോർഷൻ കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല, ഞാൻ കാണിക്കാം. അതാ കണ്ടോ അറ്റത്തൊരു വെള്ളം, അതെന്താണെന്നറിയില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് ആ ഒരു പോർഷൻ. അതിൻ്റെ അപ്പുറത്ത് ഒരു മലയൊക്കെയാണ്. ചിലപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചുറ്റി വളഞ്ഞ് പോകണമായിരിക്കും. അതുപോലെ ന്യൂസിലാൻഡിൽ ഇങ്ങനെ നമുക്ക് ഓരോ 2-3 കിലോമീറ്ററിലാട്ടോ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റുക. ഗ്രീനറി ആണല്ലോ മൊത്തം. താഴെ കാണുന്നില്ല. ഇതൊന്നും വച്ച് പിടിപ്പിക്കുന്ന പുല്ലല്ല, ഇവിടെ തന്നെ ഉണ്ടാവുന്ന പുല്ലുകളാണ്. അവർ ചുമ്മാ വെട്ടി കൊടുക്കത്തേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാവും. അപ്പുറത്ത് സിറ്റി കാണാം കേട്ടോ. ഡാഡി സിറ്റിയാണോ ഡാഡി? അപ്പുറത്ത് ഓക്ലാൻഡ് ടവറൊക്കെ കാണാം. നമ്മുടെ അടുത്ത് ഒരു കൈറ്റും കൂടി ഇല്ലെന്നതാ. അയ്യോ അതുകൊണ്ട് എടുക്കാറുന്നു. രണ്ട് കൈറ്റ് അവരോട് ഉണ്ടായിരുന്നു. 2 എണ്ണം വാങ്ങിച്ചായിരുന്നു. ഇതിൻ്റെ കോമഡി എന്ന് വെച്ചാൽ $2 കണ്ടുള്ളൂ ഈ പട്ടത്തിന്. ഇനിയിപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ തപ്പി അടക്കണ്ട, വെയർ ഹൗസിൽ കിട്ടും. $2-3 ഈ പട്ടം കിട്ടും വിത്ത് ഈ ത്രെഡ്. അപ്പോൾ ഇതുപോലുള്ള മലയുടെ മുകളിൽ വന്നിട്ട് കുറച്ച് നേരം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പട്ടം പറക്കും. ഓ താഴെ വീണു. വലിക്ക്. കൈറ്റ് താഴെ ഇറക്കിയില്ലേ? ഇതായിരുന്നു നമ്മുടെ കൈറ്റ്. അത്യാവശ്യം സൈസ് ഉണ്ടല്ലേ? നദാൻ്റെ ഹാഫ് ഉണ്ട്. കണ്ടാ? ഒരു ലെഗിൻ്റെ അത്ര സൈസ് ഉണ്ട് നദാൻ്റെ. അത്യാവശ്യം സൈസ് ഉണ്ട്. പക്ഷെ നിസാര കാശിന് കിട്ടും. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്. കുറേ
We take 2 of these, they make $4. ആണല്ലേ? 2 plus 2 make 4. 2 + 2 = 4. ഇടക്കൊന്ന് കൂട്ട് പിണഞ്ഞു. അപ്പോൾ അത് ചുറ്റി അത് വെടിയിപ്പിച്ച് സെറ്റാക്കി പോവാം. നമുക്കിനി ഇന്ത്യൻ ഷോപ്പിൽ പോവാം. പോവണ്ടേ? ഇവിടുന്ന് തണുപ്പടിച്ചിട്ട് അവസാനം പനി വരും. താഴത്തേക്കുള്ള വീടുകൾ കണ്ടോ? ആകാശം മേഘം ഇങ്ങനെ നിൽക്കുക. പെട്ടെന്നായിരിക്കും മഴ പെയ്യാം. ഇതെങ്ങനെ വിടുന്നതെന്ന് കാണാം. ടിൻറ്റുടിൻ ടിൻറ്റുടിൻ. പോട്ടെ പോട്ടെ പോട്ടെ. ഇതാ പൊങ്ങിയത്. അത് പറന്ന് മുകളിലെത്തി. ഇനി മെല്ലെ വിട്ടു കൊടുക്കടാ. ത്രെഡ് വിട്ടു കൊടുത്തോ? ഡാഡി അവിടെ നിന്ന് അവനെ ത്രെഡ് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദാ ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ പറക്കുന്നുണ്ട്. പെട്ടെന്നാവും കേട്ടോ. 2 രൂപയ്ക്ക് ഇത്ര നല്ല പട്ടം കിട്ടും. 2 രൂപയല്ല, $2, ഓൾമോസ്റ്റ് ഒരു 100 രൂപ. എന്നാലും 100 രൂപയ്ക്ക് നല്ല പട്ടം കിട്ടുമോ? പ്ലാസ്റ്റിക്കാണ്. കണ്ട അതാ പഠിച്ചു വിടാൻ. ദേടാ ഫ്ലൈറ്റ് പോണടാ. അവിടെ അറ്റത്തൊരു ഫ്ലൈറ്റും പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാന്ന് വിരിച്ചു. പട്ടം ചെറുതാക്കി കൊണ്ടുവന്നു. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്നുള്ളത്. താഴത്തൊക്കെ കാണുന്നത് കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ചെറിയ മരങ്ങളും. ഈ തണുപ്പായതുകൊണ്ട് മരത്തിൻ്റെ ഇലയൊക്കെ പോയി തുടങ്ങി. പക്ഷെ എന്നാലും നല്ല അടിപൊളിയാണ്. ഇനി സൂപ്പർ മാർക്കറ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലെത്തി. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കിടന്ന് ഓടുന്നുണ്ട്. ഹിന്ദിക്കാരുടെ കടയാണത്. ഇവിടെ കണ്ടോ, നമുക്ക് എല്ലാ ടൈപ്പ് പച്ചക്കറിയും ഫ്രോസൺ ആയിട്ട് കിട്ടും. പാവയ്ക്ക, പച്ചമുളക്, ഇങ്ങോട്ട് വന്ന ഗ്രീൻ പീസ്, വെണ്ടയ്ക്ക, പിന്നെയും പച്ചമുളക്, നെല്ലിക്ക. അത് നോക്കണതൊക്കെ എന്ത് സാധനമാണെന്ന് തന്നെ അറിയില്ല. ഇതൊന്നും ഇതെന്താ? ചേന, കപ്പ, പച്ചമുളക്. എല്ലാ സാധനം നമുക്ക് ഫ്രോസൺ ആയിട്ടാണ് കിട്ടുക. ഇവിടെ നമ്മുടെ സാമ്പാർ മിക്സൊക്കെ നമുക്ക് കിട്ടും. നാട്ടിലുള്ള പല കമ്പനികളും ഫ്രോസൺ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഷാലറ്റ്, നമ്മുടെ ചെറിയ ഉള്ളി, കുഞ്ഞുള്ളി, ചേങ്ങ, കപ്പാത്തി ഉണ്ട്, പൊറോട്ട. എല്ലാ സാധനവും ഫ്രോസൺ ആയിട്ടാണ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുക. അതുപോലെ നമുക്കിവിടെ കറികളും വരും പാക്കറ്റായിട്ട്. ഇത് കണ്ടോ, അങ്കമാലി മാങ്ങ കറി, കടച്ചക്ക വറുത്തരച്ചത്, പാവയ്ക്ക, പപ്പായ, ഉള്ളി സാമ്പാർ. ഇതെന്താ? മത്തങ്ങ വൻപയർ. അതുപോലെ നമുക്ക് കടികളും കിട്ടും. സുഖിയൻ, ഉള്ളിത്തീയൽ, ഉഴുന്നുവട, കൊഴുക്കട്ട, ജിലേബി, ലഡു, അടപ്രഥമൻ, പായസം, വെണ്ടയ്ക്ക മപ്പാസ്, കപ്പ, കൊഴുക്കട്ട, പരിപ്പ് വട, പുട്ട്. എല്ലാം ഫ്രോസൺ ആയിട്ട് നമുക്ക് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. കപ്പ 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 നമുക്കുണ്ടല്ലോ ഡാഡി വീട്ടിൽ? കപ്പയുണ്ട്. നമുക്കെല്ലാം ഫ്രോസണാണ് വാങ്ങിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് എടുത്താൽ മതി. പായസം. ഇതാണ് പാലിൻ്റെ സെക്ഷൻ. ന്യൂസിലാൻഡ് മാർക്കറ്റിൽ പാലിന് പഞ്ഞമില്ല. കാരണം ഏറ്റവും കൂടുതൽ പശുക്കളും ആടുകളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ. വെള്ളത്തിനേക്കാളും കാശ് കുറവ് പാലിനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്, ശരിക്കും അങ്ങനെയല്ല. പക്ഷേ ഒരുവിധം പ്രൈസ് കുറവാട്ടോ. ഇപ്പോൾ ദാ 3 ലിറ്ററിൻ്റെ പാലിന് ഏകദേശം $6 ഒക്കെ വരുമ്പോൾ $300. 3 ലിറ്റർ പാല് വാങ്ങിക്കുമ്പോൾ 300 രൂപ. സോറി, മാറിപ്പോയി, 300 രൂപ. അതുപോലെ നമ്മുടെ നാട്ടിലെ മീനുകളൊക്കെ കിട്ടും കേട്ടോ. ഇത് കൊച്ചിയിൽ നിന്ന് വരുന്ന മീനാണ്. ഫേവറേറ്റാന്ന് പറഞ്ഞ കമ്പനി കൊച്ചിയിൽ നിന്ന് വരുന്ന മീനാണ്, കൊഴുവ. അതുപോലെ അയിലയുണ്ട്. താഴെ അയില കട്ട് ചെയ്ത് ക്ലീൻ ചെയ്താൽ വരുന്നത്. അതുപോലെ നമ്മുടെ ചെമ്മീനുണ്ട്. പിന്നെ അതുപോലെയുള്ള കുറച്ച് ഐറ്റംസും മീൻ്റെയും കട്ട്ലേറ്റ് പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതാണ് സ്പൈസസിൻ്റെ ഏരിയ. എല്ലാ സ്പൈസസും കിട്ടും. നമ്മുടെ പരിപ്പ് പരിപാടി, കടല, എല്ലാ സാധനങ്ങളും. അതുകൂടാതെ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള റോസ്റ്ററി ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. പിന്നെ ഇന്ത്യൻ ഷോപ്പിൻ്റെ സൈഡിൽ, ഇന്ത്യൻ ഷോപ്പിൻ്റേത് മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലും ഒരു ഇറച്ചിക്കട ഉണ്ടാവും, ബച്ചറി. അവിടെ നമുക്ക് അത്യാവശ്യമുള്ള ബീഫ്. എനിക്ക് കഴിച്ചതിൽ നമ്മുടെ നാട്ടിലെ ബീഫിനോടൊക്കെ സെയിം ടേസ്റ്റുള്ളൊരു ബീഫ് തോന്നിയിട്ടോ. ഇവിടുത്തെ ബീഫ് ഭയങ്കര ടേസ്റ്റ്. ഇവിടുത്തെ ബീഫിന് പ്രത്യേകിച്ച് സ്റ്റീക്കൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള ബീഫാണ് ഇവിടുത്തെ. അതുപോലെ ഇവിടുത്തെ മട്ടൻ ഭയങ്കര ടേസ്റ്റാണ്. നാട്ടിലെ മട്ടനെ പോലെ ഒരു സ്മെല്ലൊന്നുമില്ല.
നല്ല ലാമ്പ് കിട്ടും ഇവിടെ. Guys, എന്ത് സാധന? first നോക്കിയാ അവിടെ brain ഉണ്ട്. ബ്രെയിൻ, ലാമ്പിന്റെ ബ്രെയിൻ അല്ലേ? ലാമ്പിന്റെ ബ്രെയിൻ, എന്ത് ചെറിയ ബ്രെയിനല്ലേ? ഇതെന്തിന്റെ കാലം ഡാഡി? മട്ടന്റെ കാലം. ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിന്റെ തിരക്കാട്ടോ ഈ കാണുന്ന കൗണ്ടറിൽ. ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അല്ലെങ്കിൽ വൈകുന്നേരം ഇത്രയും തിരക്ക് ഉണ്ടാവാറുണ്ട്. അത്യാവശ്യം എല്ലാ സാധനവും, നമ്മുടെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ലോട്ടസ് സൂപ്പർ മാർക്കറ്റ്, ഇതാണ് നമ്മൾ സാധാരണ വരാറുള്ള ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. Guys, mountain. Yes. Subscribe ചെയ്യണം, like ചെയ്യണം, share ചെയ്യണം, bell അടിക്കണം, ടിങ് ടിങ് ടിങ്. അന്നാ അടുത്ത വീഡിയോ കാണാം. bye. See you next time.